നിൽക്കുകയാണ്. ഈ ഞായറാഴ്ചയെ പറയുന്ന ലെത്താറേ സൺഡേ എന്നാണ് പറയുക. അതുകൊണ്ടാണ് സാധാരണ പർപ്പിൾ കളറിനേക്കാൾ മറ്റൊരു കളർ ഇന്ന് തിരുവസ്ത്രമായി അണിഞ്ഞിരിക്കുന്നത്. നമുക്ക് പകുതി കഴിഞ്ഞ് ഈശോയുടെ പീഡാസഹന മരണ ഉത്ഥാന രഹസ്യങ്ങളെ ധ്യാനിക്കുന്ന തിരുനാൾ അടുത്തു വരുന്ന ഈ നാളുകളിൽ നമുക്ക് ഭക്തിയോടുകൂടെ നല്ല ശ്രദ്ധയോടുകൂടെ ഈ തപസ്സുകാലം ചെലവഴിക്കാം. നമുക്ക് അനുഗ്രഹം വേണമല്ലോ, എല്ലാവർക്കും അനുഗ്രഹം വേണം. നല്ല ശ്രദ്ധയോടെ നിൽക്കാം. മൈൻഡ് പ്രസൻസ് നന്നായിട്ട് കീപ്പ് ചെയ്യുക. നമുക്ക് ചിലപ്പോൾ നമുക്കെതിരെ പല കാര്യങ്ങൾ വരും. ഇന്ന് ധൂർത്തപുത്രൻ്റെ കഥയാണ്. ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോൾ മൂത്ത മകന് ചേട്ടന് ഇഷ്ടപ്പെടുന്നില്ല. അവൻ മൈൻഡ് പ്രസൻസിൽ അങ്ങനെ മിണ്ടാതെ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ തണലിൽ അങ്ങനെ നിന്നതുകൊണ്ട് അവൻ അനുഗ്രഹം കിട്ടി. വേണമെങ്കിൽ അപ്പാ ചേട്ടന് ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഞാൻ നിൽക്കുന്നില്ല ഇവിടെ, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ അവൻ പോവുകയായിരുന്നെങ്കിൽ. അതുകൊണ്ട് ഇവിടെ നമ്മുടെ കയ്യിൽ നിന്ന് അനുഗ്രഹം തട്ടിയെടുക്കാൻ പല കാരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ടാകാം. നമ്മൾ ഈ 1 മണിക്കൂർ സമയം നല്ല ശ്രദ്ധയോടെ നമുക്ക് പങ്കുചേരാം. ഏത് സമയത്താണ്, ഇപ്പോൾ 9 മണി കഴിഞ്ഞു, ഒരു 9:30 മണിക്ക് കർത്താവിനെ തൊടും എന്ന് നമുക്കറിയാമായിരുന്നെങ്കിൽ ആ 9:30 മണിക്ക് കറക്റ്റായിട്ട് റെഡിയായിട്ട് നിൽക്കാമായിരുന്നു. നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ഈ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളെല്ലാം ഒരു അശ്രദ്ധ പോലുമില്ലാതെ നല്ല ശ്രദ്ധയോടെ നല്ല ബോധത്തോടുകൂടെ നല്ല മൈൻഡ് പ്രസൻസോടുകൂടെ നമുക്ക് ഈ പരിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കുചേരാം.